കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ള രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ പങ്കെടുക്കും. വൈകിട്ട് 4 മണിക്കാണ് യോഗം. പാർട്ടിയിൽ ഐക്യമൂട്ടിയുറപ്പിക്കുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം. ഡൽഹിയിൽ നിന്ന് PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി. അരവിന്ദ്, കോൺഗ്രസിലെ അനൈക്യം അത് ഘടകകക്ഷികൾ പോലും വലിയ ചർച്ചാ വിഷയമാക്കുന്ന ഒരു സാഹചര്യത്തിൽ ഐക്യമൂട്ടിയുറപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ കൂടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ, മുൻ PCC അധ്യക്ഷന്മാരെയൊക്കെ വിളിച്ചുകൊണ്ട് ഒരുതരം എല്ലാ കാര്യത്തിലും, പുനഃസംഘടന ഉൾപ്പെടെയുള്ള എല്ലാ കാര്യത്തിലും ഒരു ഏകാഭിപ്രായത്തിലേക്ക് എത്താനുള്ള ശ്രമമാണോ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? ജിൽസി, ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് ഹൈക്കമാൻഡും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുമായുള്ള യോഗം ചേരുക. വൈകിട്ട് 4 മണിക്ക് കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് ഈ യോഗം നടക്കുക. കേരളത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, അതുപോലെ തന്നെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ മുൻ PCC അധ്യക്ഷന്മാരെയും ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. VM സുധീരൻ അടക്കമുള്ള മുൻ അധ്യക്ഷന്മാരിൽ പങ്കെടുക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സാഹചര്യത്തിൽ പാർട്ടിയിൽ ഐക്യം ഊട്ടിയുറപ്പിക്കുകയാണ് ഇതിലൂടെ ഹൈക്കമാൻഡ് ലക്ഷ്യം വെക്കുന്നത്. കഴിഞ്ഞ ദിവസം അസം സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് നേതാക്കളുടെ യോഗം ചേർന്നിരുന്നു. അസമും കേരളത്തിനൊപ്പമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. അതുകൊണ്ട് തന്നെ വിവിധ സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തന്നെയാണ് ഈ ചർച്ചകൾ നടത്തുക. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുൻപായി പാർട്ടിയിൽ ശക്തമായ ഒരു ഐക്യം വേണം, ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന നിലപാടിൽ തന്നെയാണ് ഹൈക്കമാൻഡ് വരിക. ഇതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഇന്ന് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും കേരളത്തിലെ നേതാക്കൾക്ക് നൽകും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുവാൻ വേണ്ടി ഒരു നിർദ്ദേശം കൂടി സംസ്ഥാനത്തെ നേതാക്കൾക്ക് നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പക്ഷേ KPCC അധ്യക്ഷനെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇന്ന് ഈ യോഗത്തിൽ നടക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട അജണ്ട തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ മാത്രമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇതുകൂടാതെ തന്നെ ശശി തരൂരുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ചില നേതാക്കൾ ഇന്ന് യോഗത്തിൽ ഉയർത്തിയേക്കാം. പക്ഷേ ഈ വിഷയത്തിലേക്ക് ചർച്ച ഏകീകരിക്കേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് ഹൈക്കമാൻഡ് ഉള്ളത്. കാരണം ശശി തരൂർ അടക്കം ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം കൃത്യമായി നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസ് തന്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണെന്ന് ശശി തരൂർ വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ വിഷയത്തിൽ ഒരു ചർച്ചയുടെ ആവശ്യമില്ല. ശശി തരൂരിനെ അതുപോലെ തന്നെ മറ്റ് നേതാക്കളെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് കോൺഗ്രസ് തയ്യാറാകുകയാണ്. കേരളത്തിൽ 1 വർഷം മുമ്പ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങുവാൻ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നു. അതിനുവേണ്ടിയുള്ള ചർച്ചകളാണ് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഇന്ദിരാഭവനിൽ നടക്കുക. ജിൽസി.